മുന്നോട്ടിരിക്കാം. നമ്മുടെ കുറേ വീഡിയോസിൽ കുറേ പ്രേക്ഷകർ സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഇത്ര എങ്ങായിട്ട് കീപ്പ് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഫുഡ് കാര്യങ്ങൾ, എക്സസൈസ്, മെയിനായിട്ട് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാവുമല്ലോ. നമ്മുടെ ഒന്നുമില്ല, ടെൻഷൻ എടുക്കാറില്ല. ഓക്കെ. പിന്നെ ബേസിക്കലി ചെറിയ ചെറിയ എക്സസൈസ്, ഒരുപാട് എക്സസൈസ് ചെയ്യില്ല. ഫുഡൊക്കെ എങ്ങനെയാണ്? സ്കിന്നൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നത്? വെജിറ്റേറിയൻ ആണ്. പിന്നെ ഫിഷ് മാത്രം ചിലപ്പോൾ കൂട്ടും, വേറെ റയർ. മീറ്റൊന്നും കഴിക്കാറില്ല? ഇല്ല. ഫിഷ് ആണെങ്കിൽ ഏതായിരിക്കും ഫേവറേറ്റ് ഫിഷ്? നല്ല ഫിഷാണ് കഴിക്കുന്നത്. ഏറ്റവും ഇഷ്ടം വെജിറ്റബിൾ ഫുഡ്? മലയാളത്തിൽ ഒരുപാട് പേര് അങ്ങനെ തന്നെ. അങ്ങനെ വിരലിലുണ്ടാവുന്ന ആൾക്കാരിൽ ഒരാളാണ് ചേട്ടൻ. ഓക്കെ, താങ്ക് യു. Good evening all. എല്ലാവരും ദയവായി സ്റ്റേജ് ദയവായി മീഡിയാസ് ഒക്കെ നമ്മളോട് സഹകരിക്കണം. നമ്മുടെ പ്രോഗ്രാം ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായി. നമുക്ക് ബൈറ്റൊക്കെ ഇതിന് ശേഷം എടുക്കാം. സോ ഒന്ന് സൈഡ് വരികയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. സോ ഗുഡ് ഈവനിങ് എവരിബഡി. നീട്ടി എല്ലാ ആൾക്കാർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് നമ്മുടെ ഈ ഒരു മൂവി. സോ ആദ്യം തന്നെ സ്വാഗത പ്രസംഗത്തിനായിട്ട് നമ്മൾ ബി ജോസ് കുട്ടി സാറിനെ ഈ ഒരു മലയാള സിനിമയുടെ ഒരു കാലത്ത് മലയാള സിനിമയിൽ എപ്പോഴും ഓൾവേസ് എവർഗ്രീൻ ഹീറോ എന്ന് വിശേഷിപ്പിക്കാവുന്ന നിത്യഹരിത നായകൻ പ്രേംനസീറിനെ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. സാന്നിധ്യം അറിയിച്ച മലയാളത്തിന്റെ എക്കാലത്തെ പ്രിയപ്പെട്ട ഗ്ലാമർ താരം ശങ്കറാണ് നമ്മുടെ മുഖ്യാതിഥി. അദ്ദേഹമാണ് നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്യുകയും അത് അനാച്ഛാദനം ചെയ്യുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന് നമുക്ക് ആമുഖങ്ങളൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട, മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ, പ്രിയപ്പെട്ട അതുപോലെ തന്നെ നേരത്തെ ആങ്കർ അനൗൺസ് ചെയ്തതുപോലെ 2024 പുറത്തു വന്ന ഒരു സിനിമയായിരുന്നു ഒരു കഥ പറയുന്നേരം. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു ഒരു കഥ പറയുന്നേരം. ഒരു വളരെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫ് ആയിട്ടുള്ള ഒരു ഹീറോ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുകയും അതിൽ നമ്മുടെ ഒരുപാട് ഒട്ടനേകം സീമാജി നായർ അടക്കം ഒട്ടേറെ താരങ്ങൾ അതിൽ അഭിനയിച്ചിരുന്നു. അത് ആവറേജിൽ നമുക്ക് ഹിറ്റായി എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ആ സിനിമയുടെ നിർമ്മാണത്തിന് ശേഷം ഇതിനു മുമ്പ് വാസ്തവമടക്കം, പൃഥ്വിരാജ് നായകനായിട്ടുള്ള വാസ്തവമടക്കം പല സിനിമകൾ നിർമ്മിച്ച മധുസൂദനൻ മാവേലിക്കരയാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർ. അദ്ദേഹത്തെ ഏറെ ആദരവോടെ അതുപോലെ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രൊഡ്യൂസറായ CM-PK റഹീം. മലയാള ചലച്ചിത്രവേദിയിൽ നമുക്കറിയാം പ്രൊഡ്യൂസർമാരും ഒട്ടേറെ ടെക്നീഷ്യന്മാരും അരങ്ങേറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ആ നില അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ സിനിമയുടെ ഒരു കഥ പറയുന്ന നേരത്തെ പ്രൊജക്ട് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുള്ള റൈസ് സിദ്ദിഖ്.
ശരിക്കും നമുക്ക് പറയാം കാര്യം വളരെ മലയാള സിനിമയിൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു വേഷം നമുക്കറിയാം. ഹീറോ ഓറിയന്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്, വില്ലനുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ മധ്യമുള്ള വളരെ ക്യാരക്ടർ വേഷം, വളരെ ഹെവി ആയിട്ടുള്ള വേഷമായിരുന്നു കഴിഞ്ഞ പ്രൊജക്റ്റിൽ പ്രിയപ്പെട്ട നമ്മുടെ ഡയറക്ടറായിട്ടുള്ള റയീസ് സിദ്ദിഖ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടവരാരും ആ സിനിമയെയോ അതിന്റെ കഥാപാത്രങ്ങളെയോ മറക്കാൻ സാധ്യതയില്ല. പ്രിയപ്പെട്ട ഈ പടത്തിന്റെ ഡയറക്ടറും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള റയീസ് സിദ്ദിഖിനെ ഏറെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു സിനിമയിൽ സംവിധായകന്റെ കണ്ണാണ് ക്യാമറമാൻ എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ പ്രൊജക്ടിന്റെ ഓരോ ഡിസൈനും ആ ഫ്രെയിമിന്റെ ഓരോ ഡിസൈനും കാണുമ്പോൾ നമുക്കറിയാം ലാൻഡ്സ്കേപ്പിന്റെയും മനുഷ്യന്റെ വാഹാദികളെ വളരെ കൃത്യമായി ഒപ്പിയെടുക്കുന്ന ക്യാമറമാന്റെ ഒരു കഴിവ് മലയാളമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കാലത്ത് ഏറെയായി നമ്മുടെ ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് സിനിമ എന്താണെന്നും പ്രൊജക്ട് എന്താണെന്നൊക്കെ എല്ലാവരും അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളുടെ ജോലിയാണ് PRO എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാവരും സിനിമയുടെ ബിഹൈൻഡ് ദ സ്ക്രീൻ ആൻഡ് ഫ്രണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വളരെ നടനാണ് ഈ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് മോഹൻ D. കുറിച്ച്. അദ്ദേഹം ആശംസ പറയാനായിട്ട് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ മലയാള സിനിമയുടെ പരിച്ഛേദം ഈ കേരളത്തിന്റെ ഈ ആലപ്പുഴ കൊച്ചിയുടെ YMCA ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കൊച്ചി YMCAക്ക് ഒരു ചരിത്രമുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മലയാള സിനിമയിലെ സത്യൻ മാഷ് ഉൾപ്പെടെ ഇങ്ങോട്ട് വരുന്ന എല്ലാ താരനിരകളും ഇവിടെ ഈ YMCA വരികയും ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നീളം കുറവാണ്, അതുകൊണ്ടായിരുന്നു എനിക്ക് കുറച്ചുള്ള സ്ഥാനത്ത് വെച്ചതിൻ്റെ കാരണം ചിലപ്പോൾ നീളം കുറവുള്ളതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ഈ ഒരു സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും ഒത്തിരി സ്നേഹവും നന്ദിയും പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായ ശങ്കർജി ഞങ്ങൾ കുറേ കാലങ്ങൾ നമ്മൾ തമാശയൊക്കെ പറയും. അത് വേറെ ഇപ്പോഴും ഒരു തമാശ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് കയറ്റിയത്. ഒത്തിരി സന്തോഷം. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, കാരണം നമ്മുടെ ഈ ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ 4 മണിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വൈകിപ്പോയി.
അടുത്തതായി നമ്മുടെ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ആൻഡ് കർട്ടൻ റേസിംഗിന് വേണ്ടി ബഹുമാനപ്പെട്ട ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു. സോ നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ആൻഡ് കർട്ടൻ റേസിംഗിന് വേണ്ടി ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കാനായി ബഹുമാനപ്പെട്ട ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. യൂബ എന്ന് പറയുന്ന ഈ സിനിമയുടെ സക്സസിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. മധുസാറ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ 22 സിനിമ നിർമ്മിച്ചു. ഇങ്ങനെ 10-30 സിനിമയായി കാണുന്നു. ഒരുപാട് സിനിമകൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംവിധാനം ചെയ്ത എറിക് എന്ന് പറയുന്ന ഒരു സിനിമ വരാൻ പോകുന്നു. അതിലും ഞങ്ങളുടെ കൂടെ ഒരു പാർട്ട്ണറാണ്. ഞങ്ങളുടെ ആ സിനിമ ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിൽ ഇറങ്ങും. റേസ് ടെക്കിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പടം അത് ഞാൻ കണ്ടിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനയം ഒക്കെ നന്നായിരുന്നു. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം, ആ സിനിമ നന്നായതുകൊണ്ടും ഒക്കെ ആയിരിക്കണം വീണ്ടും മധു സാറ് അദ്ദേഹത്തിനെ വിളിച്ചൊരു സിനിമ കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല കലാകാരൻ, അദ്ദേഹം വീണ്ടും വളർന്നു വരട്ടെ. മധു സാറിനെ മാതിരിയുള്ള പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് സിനിമ എടുക്കുമ്പോഴാണ് ഇത് ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നത്. അഭിനയിക്കുന്നവരായാലും അല്ലാതെ ടെക്നീഷ്യൻസ് ആയാലും എല്ലാവർക്കും ഒരുപാട് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഈ സിനിമ വലിയൊരു സക്സസ് ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും സഹകരണവും എല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിനായി CM-PK റഹീം സാറിനെ ക്ഷണിക്കുന്നു.
ഗുഡ് ഈവനിങ്. ഞാൻ ഫിലിം ഫീൽഡിലോട്ട് ആദ്യമായിട്ടാണ്. എന്നെങ്കിലും വരണമെന്ന് പണ്ട് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സമയം എന്ന് തോന്നി. ഒരു കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമൻ്റെ ടൈമിൽ അദ്ദേഹവുമായിട്ട് കഥ ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷെ അന്ന് ഞാനൊക്കെ വളരെ കുറച്ച് പ്രായക്കുറവായിരുന്നു. അന്ന് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമായിരുന്നു. പിന്നീടാണ് ഞങ്ങൾക്കും ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ചയും ഒക്കെ കിട്ടിയത്. പിന്നീട് അദ്ദേഹം ഈ ഒരു കഥ പറഞ്ഞപ്പോൾ, ഹലോ യൂബർ എന്ന് പറയുന്ന ആ കഥ പറഞ്ഞപ്പോൾ ആ കഥ വളരെ നന്നായി ഇഷ്ടപ്പെടുകയും ഞാൻ എൻ്റെ എല്ലാ ബിസിനസ്സിൻ്റെയും പാർട്ട്ണറായ സിദ്ദീഖിനോടും ആ കാര്യം സംസാരിക്കുകയും ചെയ്തപ്പോൾ പുള്ളിക്കാരനും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ സിനിമ അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന അതിലോട്ട് ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചത്. അതിലൊരു എൻട്രി ഞങ്ങൾക്ക് തന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ സാറിന് ഈ സമയത്ത് നമ്മൾ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഫിലിം ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് ഒന്നും അറിയാതെ, പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ ഒരുപാട് റിസ്ക് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അത് മറികടക്കാൻ ഞങ്ങളെ സഹായിച്ച, ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയ ബിൽഡിംഗ് പോലെ എക്സ്പീരിയൻസ് ഉള്ള മധു സാറിൻ്റെ സഹായവും ഈ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ നെറ്റ്വർക്ക് തന്നെയാണ് ഇതിലോട്ട് എൻട്രി ചെയ്യാനുള്ള ആ ഒരു ധൈര്യവും നമുക്ക് കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ സിനിമയുമായി ബുദ്ധിമുട്ടായ കാര്യമാണ് നിങ്ങൾക്കറിയും. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ശങ്കർ സാറിനും ഈ ഞങ്ങളെ വന്നപ്പോൾ തന്നെ ഫസ്റ്റത്തെ മൂവിയിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ അധികം ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ സിനിമ ഹലോ യൂബർ എന്ന് പറയുന്ന സിനിമ വളരെ വലിയൊരു വിജയം ആവാനും അത് വലിയ രീതിയിൽ അറിയപ്പെടാനും വലിയ സക്സസ് ഉണ്ടാവാനും അതിൽ നിന്ന് മറ്റു പല സിനിമകളിലോട്ടും പോകാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഡയറക്ടർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി ഞാൻ ആശംസിക്കുകയും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഒരു സ്വപ്നം കൂടി എൻ്റെ സഫലമാവുകയാണ്. ശരിക്കും ഈ പൂജ ദിനം ആ ഒരു തുടക്കമാണ്. എല്ലാത്തിനും ഒരു തുടക്കം വേണം. അത് ഈ പൂജ നിമിഷം ഞാൻ അതിനെ ഒരു തുടക്കമായിട്ട് കാണുകയാണ്. കാരണം എൻ്റെ ആദ്യ സിനിമ ഒരു കഥ പറയുന്ന നേരം അത് അത്യാവശ്യം 35 ദിവസം ഞങ്ങൾ തിയേറ്ററിൽ ഓടിച്ചു. പിന്നെ രണ്ടാമത് ഞങ്ങൾ സിനിമ എടുക്കാൻ കുറേയധികം വൈകി. എന്തായാലും ഈ സിനിമ യൂബർ ഹലോ യൂബർ എന്ന സിനിമ വീണ്ടും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തായാലും ഈ സിനിമയുടെ കൂടെ എല്ലാവരും ഉണ്ടാവണം. പിന്നീട് നമ്മുടെ കൂടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സായിട്ട് മധുസൂദൻ സാറ്, പിന്നെ സിദ്ദീഖ്, റഹീം സാറ്, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ഈ സിനിമ എല്ലാവരും തീർച്ചയായിട്ടും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങൾക്ക് നല്ലൊരു സിനിമ സമ്മാനിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു മുഹൂർത്തം നിങ്ങളുടെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വന്നതിലും പ്രത്യേകിച്ച് മീഡിയാസിനും എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും തുടക്കക്കാരാണ്. കാര്യം ഒരു സിനിമയുടെ ഒരുപാട് സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളില്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും മധുസൂദൻ സാറ് ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് തരുന്ന ഒരാളാണ്. കാര്യം 10-17 സിനിമകൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് സിനിമകളിലൂടെ അദ്ദേഹം 2 സ്റ്റേറ്റ് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അയാൾ വാസ്തവം. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് മധു സാറ് ഞങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുള്ളൊരു സപ്പോർട്ടാണ് ഈ സിനിമയുടെ ഒരു പ്രചോദനം. തീർച്ചയായിട്ടും ഈ സിനിമ ഹലോ യൂബർ എന്ന ഒരു സിനിമ ശരിക്കും ഒരു ക്രൈം ത്രില്ലറാണ്. ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ബേസിൽ നിന്നിട്ട് ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റാണ്. ശരിക്കും നമ്മുടെ റിയലിസ്റ്റിക് ഒരു
സബ്ജക്റ്റാണ്. ഇപ്പോൾ നടക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ഒരു നല്ലൊരു സിനിമ ആയിരിക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സിനിമയിലൂടെ ഞങ്ങൾ എന്തായാലും ഒരു നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തുടർന്നും ഉണ്ടാവണം എന്ന് പറഞ്ഞ് കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഓൾ. സൂം ചെയ്യാൻ പറ്റില്ലേ? പുറകിലോട്ട് വെച്ചിട്ട് സൂം ചെയ്യണം. നിങ്ങളെ വായിൽ കൊണ്ടുവച്ചു കൊടുക്കാം. ആരായി പറയുന്നത്? അതെ, ഏതല്ല ഏത് ചാനൽ? ഓക്കെ ഓക്കെ. സ്റ്റേജിൽ നിന്ന്
വീഡിയോ എടുക്കണം, നമ്മൾ വീഡിയോ എടുക്കണം. ഈ ലഡു കഴിക്കുക, ശങ്കർ ലഡു. നമ്മുടെ ഗസ്റ്റുകളായി സ്റ്റേജിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോക്കായി ഒന്നുകൂടെ വരണമെന്ന് അപേക്ഷിക്കുന്നു. ഒന്നുകൂടെ സ്റ്റേജിലോട്ട് നമ്മൾ ക്ഷണിക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? ചേച്ചി മട്ടൺ വാങ്ങിക്കുന്നുണ്ട്. കറക്റ്റ്. ബീഫിന് 420, പോർക്കിന് 400, ചിക്കന് 200 സംതിങ്. എറണാകുളത്ത് 900 മട്ടൺ, തിരുവനന്തപുരത്ത് 1000. 1000. തിരുവനന്തപുരത്ത് ഭയങ്കര മാർക്കറ്റാണ് മട്ടനെ. എറണാകുളത്ത് വേറെ റെയറായിട്ടൊക്കെ കടകളിൽ കിട്ടുള്ളൂ, പക്ഷെ അവിടെ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും മട്ടൺ കിട്ടും. ട്രിവാൻഡ്രത്തുകാരുടെ ഫേവറേറ്റ് ഫുഡാണ്. സദ്യ വെജില്, പിന്നെ നോൺ വെജില് കൂടുതൽ കഴിക്കുന്ന മട്ടനാണ്. അതെ അതെ അതെ, കൂടി 1000. ചില സ്ഥലങ്ങളിൽ 1100. ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരെയും സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. ഇവിടെ പോയിട്ടില്ലല്ലോ അല്ലേ? കുറച്ച് ബാക്കിലേക്ക് ഫോട്ടോ എടുക്കാൻ നിൽക്കണം. മെഗാസ്റ്റാർ പെരേര ചെല്ലു. കുറച്ചുമ്പോ ക്ലാസ് തന്നില്ലേ എനിക്ക്? സൂം ചെയ്യാൻ പറ്റുന്ന ക്യാമറ ഇല്ലേ? ഞങ്ങളുടെ പഴയ ശങ്കർ സാർ തിരിച്ചു വരികയാണ്. പഴയ ആ ഒരു ലുക്കിലേക്ക് തന്നെ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇതേപോലെ ഒരു ലുക്കിലേക്ക് വരാനായിട്ട്. അതിന് സാർ ഒരുവിധ എല്ലാവരും അതെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സാറിന് ഇങ്ങനെ തിരിച്ചു വരാനായിട്ട്. നല്ല പഴയ ലുക്ക് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. അത് പിന്നെ പഴയ ഇപ്പോഴും പുതിയത് സാർ കുറെ പടങ്ങൾ ചെയ്യുന്നില്ല മലയാളത്തിൽ അല്ലേ സാർ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം. ഓക്കെ, താങ്ക് യു പെരേര, താങ്ക് യു പെരേര.
നടന്നു മുന്നീര് നോക്കാം. അടിപൊളിയായിരുന്നു. നാട്ടിലെ ഇനിയിപ്പോൾ അടുത്ത പടം വർക്ക് ചെയ്തെങ്കിൽ തുടങ്ങിയത് ശരി. ലോക കണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നല്ല സിനിമയാണ്. രണ്ടും നല്ല സിനിമയാണ്. ഹൃദയപൂർവ്വം ഒന്നും കണ്ടില്ലല്ലേ? ഹൃദയപൂർവ്വം നല്ല സിനിമയാണ്. ലോകയും നല്ല സിനിമ. പുതിയ കാറാണോ?